അപ്പോൾ ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതാണ്. അങ്ങനെ ബാങ്ക് വിളിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്തതിനാൽ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സുന്നത്ത് ഇല്ല എന്നർത്ഥം. അല്ലാഹു അഅലം. അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ കണ്ടു. അസ്സന ഫീ ഉദ്നിൽ ഹസൻ ഇബ്നു അലി ഹീന വലദതുഹു ഫാത്തിമതു ബിസ്സലാത്ത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നത് പോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു. നോക്കുങ്ങളെ, നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നത് പോലെ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കുക എന്നത് ഒരു സുന്നത്താണ്. ഈ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ സുന്നത്തായി ഇസ്ലാം പഠിപ്പിക്കണില്ല. ഒരു ശക്തമായ സുന്നത്തല്ല ബാങ്ക് കൊടുക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ബാങ്ക് കൊടുക്കാൻ മറന്നുപോയി, കുട്ടിയെ കണ്ടപ്പോൾ ബാങ്ക് കൊടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കാൻ വിട്ടുപോയി, എന്നാൽ പിന്നീട് ബാങ്ക് കൊടുക്കേണ്ടതില്ല. കുട്ടിയെ കാണുമ്പോൾ പിന്നീട് അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം നൽകണോ, അതും വേണ്ടതില്ല. എന്നാൽ ആദ്യ സമയത്ത് ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത്. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി പിറന്നാൽ നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഈ ദീനിന്റെ പ്രമാണങ്ങളിലേക്ക് നാം തട്ടിച്ചു നോക്കുമ്പോൾ അത് അനാചാരങ്ങളാണ്. പക്ഷേ കാലങ്ങളുടെ പഴക്കമുണ്ട് ഈ അനാചാരങ്ങൾക്ക്. അനാചാരങ്ങൾ ആചാരങ്ങളായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, പ്രചരിക്കപ്പെട്ടിരിക്കുന്നു, അതിന് പ്രചണ്ഡമായ പ്രചാരണം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ആ രംഗത്ത് നമ്മൾ ദീനെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടി പിറന്നാൽ ആദ്യം നാം ചെയ്യുന്നത് കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്. ഒരു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു. എന്താണ് ഇതിന്റെ ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള ശരിതെറ്റുകൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതിന്റെ ശരിതെറ്റുകൾ റസൂലിൽ നിന്ന് നിങ്ങൾ പഠിക്കിൻ, ഹദീസുകൾ നിങ്ങൾ പരിധി നോക്കിൻ. ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ദുർബലമാണ്. ബാങ്ക് വിളിക്കാനോ ഇഖാമത്ത് വിളിക്കാനോ ഒരു കുട്ടി ജനിച്ചാൽ ഇസ്ലാമിൽ അതിന് ഹദീസിന്റെയോ തെളിവിന്റെയോ പിൻബലമില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. കാസർഗോഡ് സംസാരത്തിൽ വെച്ചാൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കുറവാണോ, അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള ഗ്രാഹ്യത കുറവാണോ എന്ന് അറിയില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് അനാചാരമാണ് എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചത്. അത് സൂക്ഷ്മത കുറവ് തന്നെയാണ്. ആ പദപ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ പറയാവതല്ല. സുന്നത്ത് പറയണ്ട. സുന്നത്ത് പറയണമെങ്കിൽ നമുക്ക് സ്വഹിയാന്ന് ബോധ്യപ്പെടണം. അപ്പൊ അങ്ങനെ സ്വഹിയാന്ന് ബോധ്യപ്പെടാത്തോണ്ട് സുന്നത്ത് പറയണ്ട. കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കുക എന്നത് ഒരു സുന്നത്താണ്. സുന്നത്ത് പറയണ്ട, ഒരു സുന്നത്താണ്. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സുന്നത്ത് ഇല്ല എന്നർത്ഥം. ഒരു സുന്നത്താണ്.